ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് റിലേഷണൽ ഡാറ്റാബേസസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. അതിനു മുന്നേ എന്താണ് ഡാറ്റാബേസ് നമുക്കൊന്ന് നോക്കാം അല്ലേ. അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം അല്ലേ. എന്താണ് ഡാറ്റാബേസ്? ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ, കളക്ഷൻ ഓഫ് ഡാറ്റാസ് ആയിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ ബിസിനസ് സെയിലുകൾ, ഓക്കെ, ബിസിനസ് സെയിൽസ്, ട്രാൻസാക്ഷൻസ്, ഓക്കെ, ഒരു കസ്റ്റമറായുള്ള ഒരു ഇൻട്രാക്ഷൻ ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ സെയിൽസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഡാറ്റാസ് എല്ലാം റെക്കോർഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതാണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ഡാറ്റാബേസ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ ബാങ്ക് ഒരു എക്സാമ്പിളാണ്. ബാങ്ക് അല്ലേ, അവിടെ എത്രയോ ട്രാൻസാക്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ അത്രയും റെലവൻ്റ് ആയുള്ള, അത്രയും വലിയ, അതായത് കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം. കൂടുതൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് അത്രയും സ്പേസ് വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസുകളിലാണ് എന്ത് ചെയ്യണത്? ഡാറ്റാബേസുകളുടെ യൂസേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് ഇൻഫോർമേഷനാണ്. അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. കാരണം ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റണം അല്ലേ. ഇത്രയും വലിയ എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം, അതുപോലെ ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനും പറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് എന്നാണ്. ഓക്കെ, അതുപോലെ സ്ട്രക്ചർ ഓഫ് റിലേഷണൽ ഡാറ്റാബേസ് നമുക്ക് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ? എ റിലേഷണൽ ഡാറ്റാബേസ് കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ടേബിൾസ് ഈച്ച് ഓഫ് വിച്ച് ഈസ് അസൈൻ എ യൂണിക് നെയിം. അതായത് നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ബിസിനസ് സെയിലുകൾ, ബിസിനസ് സെയിൽസ് ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കസ്റ്റമറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യണത് എങ്ങനെയാണ്? റിലേഷണൽ ഡാറ്റാബേസിൽ ടേബിൾസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടേബിൾസ് എന്ന് പറയുമ്പോൾ എന്താ? നോർമൽ ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുണ്ടായിരിക്കും? അതിൽ റോസ് ഉണ്ടാവും, അതുപോലെ തന്നെ കോളംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റോസും കോളംസും ആയി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടേബിളിനും ഓരോ യുണീക്കായുള്ള നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ. ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. കൺസിഡർ ദി ഇൻസ്ട്രക്ടർ ടേബിൾ, ഓക്കെ, വിച്ച് സ്റ്റോർ ഇൻഫോർമേഷൻ അബൌട്ട് ഇൻസ്ട്രക്ടർ. അതായത് ദാ ടേബിൾ നോക്കിക്കോളൂ. ഇതെന്താ? ഒരു ഇൻസ്ട്രക്ടർ ടേബിളാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് ആ ടേബിളിൽ നോക്കാം. ID ഉണ്ട്, നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്, സാലറി ഉണ്ട്. ഓക്കെ, ഒരു കോളേജിലെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കൂ, ഓരോ ID അല്ലേ, ഓരോ ID വെച്ച് നോക്ക്. ഓരോ IDയിലും എന്താണ്? ഓരോ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ നെയിമുകൾ ഉണ്ട് അല്ലേ. നെയിമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമുണ്ട്, പിന്നെന്താ? അവരെ സാലറി ഉണ്ട്. അപ്പോൾ ഓരോ റോസിലും എന്താ? ഓരോ റോയിലും പറയണത് ഓരോ ഇൻസ്ട്രക്ടറിൻ്റെയും ഡീറ്റെയിൽസാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈച്ച് റോ റെക്കോർഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ഇൻസ്ട്രക്ടർ. ഓക്കെ, ഈച്ച് ഇൻസ്ട്രക്ടർ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദി വാല്യൂ ഓഫ് ദി കോളം ID. ഓക്കെ, അതായത് ഇവിടെ എന്തൊക്കെയാണ് കോളംസ് വരുന്നത്? ID ഉണ്ട്, നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്, സാലറി ഉണ്ട്. അപ്പോൾ ID ഉണ്ടല്ലോ, ഓരോ ID വെച്ചിട്ടാണ് ഓരോ ഇൻസ്ട്രക്ടർ നമ്മൾ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യണത്. ആളുടെ ഇൻഫോർമേഷൻസ്, ഓരോ ഇൻസ്ട്രക്ടറിൻ്റെ ഇൻഫോർമേഷൻ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യണത് എന്ത് വെച്ചിട്ടാണ്? ID വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, റോ റെപ്രസെൻറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെസിഫൈഡ് ID ആൻഡ് ദി കറസ്പോണ്ടിങ് വാല്യൂ ഫോർ നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ആൻഡ് സാലറി വാല്യൂസ്. അതായത് ഇപ്പം നോക്കുക, ഇപ്പം ID എന്ന് പറയണതാണ്, അത് ID വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു ഓരോ ഇൻസ്ട്രക്ടറിനെയും ഐഡൻറ്റിഫൈ ചെയ്യണത് അല്ലേ. നെയിം വെച്ചിട്ട് അപ്പോൾ ഒരു ഡൗട്ട് ഇല്ല. അപ്പോൾ നമുക്ക് എന്താ നെയിം വെച്ചിട്ട് എന്താ ഐഡൻറ്റിഫൈ ചെയ്തുകൂടെ?
നെയിം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിടുക എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും അല്ലേ? പക്ഷെ എന്താ, ഒരേ നെയിം തന്നെയുള്ള എത്ര പേരുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരിക്കലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ എന്താ, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം പറ്റില്ല, സാലറി പറ്റില്ല. അപ്പോൾ യുണീക്കായുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഐ ഡി നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും സെയിം ആവില്ല. ഓരോ പേഴ്സണിനും ഓരോ ഇൻഡിവിജ്വലായുള്ള ഐ ഡി നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഐ ഡി തന്നെ സെലക്ട് ചെയ്തത്. ഐ ഡി വെച്ചിട്ട് ഓരോരുത്തരെയും യൂണീക്കായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് ഐ ഡി വെച്ചിട്ടാണ് ഓരോ ഇൻസ്ട്രക്ടറിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത് അല്ലേ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ഐ ഡി ആൻഡ് പിന്നെ എന്തൊക്കെയാണ്, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ആൻഡ് സാലറി. അപ്പോൾ ഐ ഡി 10101 ഐ ഡി ഉള്ള ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കി. അപ്പോൾ ഇത് തമ്മിൽ എന്താണ്, ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കിട്ടിയാലാണ്, ഇത് വെച്ചിട്ടാണ് ഇത് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഐ ഡി വെച്ചിട്ട് അല്ലേ. ഇതില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഈ ഐ ഡിയിലുള്ള ഈ നെയിമുള്ള ഇൻസ്ട്രക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്താ, കമ്പ്യൂട്ടർ സയൻസിലാണ് അല്ലേ. ആളുടെ സാലറി ഉണ്ട്. സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ അല്ലേ. പക്ഷെ ആ ആളുടെ ഐ ഡി എന്താ, ഡിഫറെൻ്റ് ആയുള്ള ഐ ഡി ആണ് അല്ലേ. നമുക്കൊരിക്കലും ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വെച്ചിട്ട് ഒരാളെ വേർതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ തന്നെ, അതും ഇപ്പോൾ ഈ സെയിം നെയിം തന്നെയാണ് ഇയാൾക്കും എന്നാവാലോ. ഓക്കെ, അപ്പോൾ നെയിം വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല, ഒരാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല യുണീക്കായിട്ട്. അപ്പോൾ എപ്പോഴും എങ്ങനെ പറ്റുള്ളൂ, ഒരു ഐ ഡി ഉണ്ടായിരിക്കണം അല്ലേ. ഒരു ഐ ഡി വെച്ചിട്ടാണ് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതായത് ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഐ ഡിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കോളം നെയിംസുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ table is a collection of such relationship. There is a close correspondence between concept of table and the mathematical concept of relation. ഓക്കെ, അപ്പോൾ ഒരു റിലേഷണൽ ഡാറ്റാബേസ്. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ടേബിളാണെന്ന് പറഞ്ഞു അല്ലേ. ആ ടേബിളുകൾ തമ്മിൽ എന്താണ്, ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So, from which relational data model takes its name? ഓക്കെ, അപ്പോൾ റിലേഷണൽ എന്താ പറഞ്ഞത് മുന്നേ, അതായത് there is a close correspondence between concept of table and the mathematical concept of relation. അതായത് ഓരോ ടേബിളിലും എന്താണ്, ടേബിളിൽ ഓരോ റോസും അല്ലേ, ഓരോ റോസുകളും റോസിലെ ഓരോ ഇൻഡിവിജ്വൽ കോളംസ് തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഐ ഡി ആൻഡ് അത് കോളംസ് നെയിംസ് വെച്ചിട്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് എന്താ, റിലേഷണൽ ഡാറ്റ മോഡൽ എന്നുള്ള നെയിം തന്നെ എക്സിസ്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി ഇൻ മാത്തമാറ്റിക്കൽ ടെർമിനോളജി എ ട്യൂപ്പിൾ ഈസ് ദി സീക്വൻസ് ഓഫ് വാല്യൂസ്. അതായത് അപ്പോൾ എന്താണ് ട്യൂപ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് ടേബിളിലുള്ള ഓരോ റോസിനെയും പറയുന്നതാണ് ട്യൂപ്പിൾ എന്ന് പറയും. ഓക്കെ, അതുപോലെ ഓരോ കോളത്തിന് പറയുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഓക്കെ, ഇതിലെ ഓരോ റോയിനും പറയുന്നതാണ് ട്യൂപ്പിൾ എന്ന്. അതുപോലെ തന്നെ ഓരോ കോളം, ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, സാലറി, ഇതൊക്കെ ഓരോ ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷണൽ ഡാറ്റാബേസ് മോഡലിൽ എന്താണ്, ഓരോ റോസും അല്ലേ, ഓരോ റോയിലെയും ആട്രിബ്യൂട്ട്സ് തമ്മിൽ എന്തുണ്ട്, റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്താ നോക്കണ്ടേ, എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ n values is represented mathematically by an n tuple of value that is a tuple with n values. അതായത് n tuple എന്ന് പറഞ്ഞാൽ എന്താ, n tuple എന്ന് പറഞ്ഞാൽ a tuple with n values. ഓക്കെ, അതായത്
എത്ര വേണമെങ്കിൽ ആവാമല്ലോ വാല്യൂസ് എന്ന് പറയണത്. അപ്പം അതാണ് n ട്യൂപ്പിൾ എന്ന് പറയണത്. ഇനി ഇൻ എ റിലേഷണൽ മോഡൽ ദി ടേംസ് റിലേഷൻ ഈസ് യൂസിങ് ടു റെഫർ ടു എ ടേബിൾ. പറഞ്ഞു ഓരോ ടേബിളിനും ഓരോ യൂണീക്കായുള്ള നെയിം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ എടുക്കണം, ഡാറ്റാ ബേസിൽ നിന്ന് ഒരു ടേബിൾ നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് വെച്ചിട്ടാണ് അതിൻ്റെ റിലേഷൻ അല്ലേ, ഒരു യൂണിക് നെയിം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടേബിൾ റെഫർ ചെയ്യുന്നത് റിലേഷൻ വെച്ചിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് എന്താ, ട്യൂപ്പിൾ. ട്യൂപ്പിൾ ഈസ് യൂസ് ടു റെഫർ ടു എ ഓരോ റോസ് റെഫർ ചെയ്യാം. പിന്നെന്താ, ആട്രിബ്യൂട്ട് റെഫർ ടു എ കോളം ഓഫ് എ ടേബിൾ, ടേബിളിൻ്റെ കോളം. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കേണ്ടത്, എന്താണ് ഡൊമെയിൻ നമുക്ക് നോക്കണം. ഓക്കെ, ഡൊമെയിൻ. For each attribute of a relation, there is a set of permitted values called the domain of that attribute. Example എന്താ പറയുന്നത്, domain of the salary attribute of the instructor relation is the set of all possible salary values. അതായത് ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആട്രിബ്യൂട്ട്സിന് വാല്യൂസ് ഉണ്ടല്ലോ, ഓരോ ആട്രിബ്യൂട്ട്സ് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പെർമിറ്റഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണ് സാലറി. നമ്മൾ ടേബിളിൽ ഓരോ ഇൻസ്ട്രക്ടറിനും കറസ്പോണ്ടിങ് സാലറി കണ്ടു. ആ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ആണ്. ഓക്കെ, ഒരു ഫിക്സഡ് ആയുള്ള അവർക്ക് പറ്റുന്ന ആ സാലറി ഒരു പെർമിറ്റഡ് വാല്യൂ ആണത്. ഓക്കെ, അതിനെയാണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫിക്സഡ് ആയുള്ള വാല്യൂ. ഓക്കെ, അതാണ് ഡൊമെയിൻ. നെക്സ്റ്റ് എന്താ പറയുന്നത്, ആറ്റോമിക്. എന്താണ് ആറ്റോമിക് എന്നുള്ള പ്രോപ്പർട്ടി? For all relation R, the domain of all attributes of R be atomic, that is, the domain considered to be indivisible units. അതായത് അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ് ഫോൺ നമ്പർ. നോട്ട് എക്സാമ്പിൾ. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ടേബിളിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ആട്രിബ്യൂട്ടും കൂടെ ആഡ് ചെയ്യാണ്, ഫോൺ നമ്പർ എന്നുള്ളൊരു ആട്രിബ്യൂട്ടും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫോൺ നമ്പർ ആറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യുണീക്കായുള്ളൊരു വാല്യൂ, അതായത് ഒരൊറ്റ വാല്യൂ പാടുള്ളൂ. അതായത് ഈ ഒരു ഇൻസ്ട്രക്ടറിന് 2 ഫോൺ നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് എക്സ്ട്രാ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു ആട്രിബ്യൂട്ടും കൂടി ഉണ്ട്, എന്താ, ഫോൺ നമ്പർ. ഓക്കെ, ഫോൺ നമ്പർ എന്നുള്ളൊരു ആട്രിബ്യൂട്ടും കൂടെ നമ്മൾ ഈ ടേബിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ആൾക്ക് 2 നമ്പർ ഉണ്ട്, 2 ഫോൺ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളിൽ അങ്ങനെ 2 വാല്യൂസ് ഒരിക്കലും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ആറ്റോമിക് എന്ന് പറഞ്ഞാൽ. ഓരോ ആട്രിബ്യൂട്ടിനും ഒരു സിംഗിൾ വാല്യൂ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഇനി നമുക്ക് 2 ഫോൺ നമ്പർ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടി വരും, അതായത് 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഫോൺ നമ്പറിന് ഈ ഒരു റോ, അടുത്ത ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് രണ്ടാമതായിട്ട് റോയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് ആറ്റോമിക് എന്ന് പറഞ്ഞാൽ, ഒരു സിംഗിൾ വാല്യൂ ആണ് പറ്റുള്ളൂ. ഇനി അതുപോലെ തന്നെ പറയാണ്, ഇപ്പോൾ ഓരോ ഫോൺ നമ്പർ കോഡുകൾ ഉണ്ടാവില്ലേ, ലോക്കൽ കോഡുകൾ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ ആ ലോക്കൽ കോഡുകൾ നമുക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കോഡുകളായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി പറയുന്നുണ്ട്, എന്താണ്, ഡൊമെയിൻ കൺസിഡർഡ് ടു ബി ഇൻഡിവിസിബിൾ യൂണിറ്റ്സ്. ഓക്കെ, അതായത് പറഞ്ഞു സിംഗിൾ ആയുള്ളൊരു വാല്യൂ ആയിരിക്കണം, ഒരു ഫിക്സഡ് സിംഗിൾ ആയുള്ള വാല്യൂ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ആ കോഡ് തന്നെ നമ്മൾ ഫോൺ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ കാണാമല്ലോ, നമ്മുടെ കോഡ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടല്ല നിൽക്കുക അല്ലേ. അതായത് ഒരു ഡാറ്റാബേസ് ഡിസൈനറാണ് അത് തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ആ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫോൺ നമ്പറിൻ്റെ കേസിൽ ഒരിക്കലും നമുക്ക് 2 ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഫോൺ നമ്പർ, ഒരൊറ്റ ഫോൺ നമ്പറിൽ തന്നെ കോഡുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എന്തായാലും ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ഒരു ഒറ്റ ഫോൺ നമ്പറായിട്ട് ഒരൊറ്റ വാല്യൂ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. അത് തീരുമാനിക്കേണ്ടത് ആരാണ്, ഡിസൈനറാണ് തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ആ വാല്യൂവിനെ കൺസിഡർ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അതാണ് ആറ്റോമിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കേണ്ടത് നൾ വാല്യൂ ആണ്. എന്താണ് നൾ വാല്യൂ?
സിഗ്നിഫൈസ് ദാറ്റ് ദി വാല്യൂ ഈസ് അൺനോൺ ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സാമ്പിൾ ഫോൺ നമ്പർ. അതായത് നമ്മൾ ടേബിളിൽ ആട്രിബ്യൂട്ട്സിന് ഓരോ ആട്രിബ്യൂട്ട്സ് നമ്മൾ വാല്യൂ കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂ അറിയില്ല. ഇപ്പോൾ ഒരു ആളുടെ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് കൊടുക്കുക, നൾ വാല്യൂ നമ്മൾ കൊടുക്കും. അതായത് നൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സ്കീമ ഓഫ് എ റിലേഷനാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ഡൊമൈൻസ്. ഓക്കെ, എ സ്കീമ ഓഫ് എ റിലേഷൻ ആർ എന്താ A1 A2 അപ് ടു AN. ഓക്കെ, അതായത് സ്കീമ ഓഫ് റിലേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അതായത് എ റിലേഷൻ സ്കീമ ആർ ഡിഫൈൻ ഓവർ ആട്രിബ്യൂട്ട്സ് A1 A2 AN. ഇത് ഒരു റിലേഷൻ. അപ്പോൾ ഇൻസ്ട്രക്ടർ എന്നുള്ളൊരു റിലേഷൻ, ആ റിലേഷനിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് വന്നിരുന്നത്? ID ഉണ്ടായിരുന്നു, നെയിം ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഉണ്ടായിരുന്നു, സാലറി ഉണ്ടായിരുന്നു അല്ലേ. അതാണ് പറയുന്നത് ഒരു റിലേഷൻ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിലേഷൻ ഡിഫൈൻ ഓവർ ദി ആട്രിബ്യൂട്ട്സ്. ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ എടുത്തോ. കസ്റ്റമർ എന്നുള്ളൊരു റിലേഷനാണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ സ്കീം എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? കസ്റ്റമർ എന്നുള്ളൊരു റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഓവർ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? കസ്റ്റമർ ID ഉണ്ട്, കസ്റ്റമർ നെയിം ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, അതുപോലെ ഫോൺ നമ്പർ ഉണ്ട്. ഈച്ച് ഓഫ് വിച്ച് ഹാസ് എ ഡൊമെയിൻ ഓർ എ സെറ്റ് ഓഫ് വാലിഡ് വാല്യൂസ് അല്ലേ. ഓരോന്നിനും യുണീക്കായുള്ള അല്ലേ, ഓരോന്നിനും വാലിഡായുള്ള യുണീക്കല്ല, ഓരോന്നിനും ഓരോ വാലിഡായുള്ള വാല്യൂസ് ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഡൊമെയിൻ ഓഫ് കസ്റ്റമർ ID ഈക്വൽ ടു 6 ഡിജിറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഒരു ഫിക്സഡ് ആയുള്ള ഒരു വാല്യൂ. അതായത് നേരത്തെ സാലറിയുടെ കേസെല്ലാം പറഞ്ഞില്ലേ, ആ എമൗണ്ട് എന്ന് പറയുന്നത് അവർ എക്സിസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും അല്ലേ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ഇൻസ്ട്രക്ടറിന് കൊടുക്കുന്ന എമൗണ്ട് എന്താണ്, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ ID. കസ്റ്റമർ ID എന്ന് പറയുന്നത് ഡൊമെയിൻ ഓഫ് കസ്റ്റമർ ID എന്ന് പറയുന്നത് 6 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഒരു കസ്റ്റമർ ID എന്ന് പറയുന്നത് ഒരു 6 ഡിജിറ്റ് നമ്പർ കൊടുത്തു. അടുത്ത കസ്റ്റമർ IDക്ക് നമുക്ക് ഒരിക്കലും ഒരു 7 ഡിജിറ്റ് നമ്പർ കൊടുക്കാൻ പറ്റില്ല, അത് ഫിക്സഡ് ആയിരിക്കും. കസ്റ്റമർ IDയുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് 6 ഡിജിറ്റ് ആണെങ്കിൽ ഫുൾ കസ്റ്റമർ ID എങ്ങനെയായിരിക്കും? 6 ഡിജിറ്റിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒരിക്കലും ഓരോന്ന് അതിൻ്റെ ഇടയിൽ 7 ഡിജിറ്റ്, ഒരെണ്ണത്തിന് 8 ഡിജിറ്റ് അങ്ങനെ ഒന്നും പറ്റില്ല. അതാണ് ഒരു ഫിക്സഡ് ആയുള്ള ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഒരു ID ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 2 ഡിജിറ്റ് നമ്പറിൽ തന്നെയാണ് ഫുൾ കസ്റ്റമർ ID നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. സ്കീമ ബേസ്ഡ് കൺസ്ട്രെയിൻസ് എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കീ കൺസ്ട്രെയിൻസ്. നെക്സ്റ്റ് എന്താ? എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. നെക്സ്റ്റ് എന്താ? റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം കേട്ടോ. ഫസ്റ്റ് പറയണത് കീ കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് വൺ മിനിമൽ subset of attributes in a relation which can identify the tuple uniquely. അതായത് നമ്മൾ ഒരു റിലേഷൻ എടുത്തു അല്ലേ. ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള റിലേഷനിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ. സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ആ ഇൻസ്ട്രക്ടർ എന്നുള്ളതിലുള്ള വരുന്ന ആട്രിബ്യൂട്ട്സ് എന്തായിരുന്നു? ID, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, സാലറി. സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ID. ഇത്രയും ആട്രിബ്യൂട്ട്സിലെ അതിൻ്റെ ഒരു സബ്സെറ്റ് പറയാണ്. ID എന്നുള്ളത് നമ്മൾ സബ്സെറ്റായിട്ട് എടുത്തു. ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ട്യൂപ്പിളിനെയും അല്ലേ, ഓരോ റോസിനെയും നമുക്ക് യൂണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. മിനിമൽ സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഈസ് കോൾഡ് കീ ഫോർ ദാറ്റ് റിലേഷൻ. അപ്പോൾ ഇൻസ്ട്രക്ടർ എന്നുള്ള റിലേഷനിലെ കീ എന്താ? ID ആണല്ലേ. ഓക്കെ, അതായത് ഏതെങ്കിലും ആട്രിബ്യൂട്ട്സിൽ ഒരു സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് ഓരോ ട്യൂപ്പിൾസിനെയും യുണീക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനെയാണ് കീ എന്ന് പറയുന്നത്, ആ റിലേഷൻ്റെ കീ എന്ന് പറയുന്നത്. ഇഫ് ദർ ആർ മോർ ദാൻ വൺ സച്ച് മിനിമൽ സബ്സെറ്റ് ദെൻ ദേ ആർ കോൾഡ് കാൻഡിഡേറ്റ് കീ. അതായത് ഒന്നിലധികം
ഓക്കെ, ഒന്നിലധികം സബ്സെറ്റുകൾ, ഒന്നിലധികം ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട്, കീ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻസ്ട്രക്ടർ എന്നുള്ളൊരു റിലേഷൻ, അതിൽ നമുക്ക് ഐ ഡി എന്ന് പറയുന്നത് എന്താവാം? ഐ ഡി എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണ്. കാരണം എന്താ? അത് വെച്ചിട്ട് നമുക്ക് യുണീക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ, അല്ലേ? നെയിം വെച്ചു, നെയിം വെച്ചിട്ട് നമുക്ക് ഓരോന്നിനെയും ഓരോ റോയിനെയും യുണീക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം സെയിം നെയിമുള്ള എത്ര പേരുണ്ടായിരിക്കും? ഒരിക്കലും പറ്റില്ല. പക്ഷേ നെയിമും കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വെച്ചു എന്ന് വിചാരിച്ചോ. നെയിമും കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെയിമും ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഐ ഡി ഒരു കാൻഡിഡേറ്റ് കീ ആണ്. അതുപോലെ നെയിമും ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഇനി ഐ ഡിയും നെയിമും എന്ന് പറയുന്നത് ഒരിക്കലും കാൻഡിഡേറ്റ് കീ ആവില്ല. കാരണം എന്താ? ഓൾറെഡി ഐ ഡി ഒരു കാൻഡിഡേറ്റ് കീ ആണ്, അല്ലേ? ഐ ഡി ഒരു ഓൾറെഡി കാൻഡിഡേറ്റ് കീ ആണ്. അപ്പോൾ അതും നെയിം വെച്ചിട്ട് നമ്മൾക്ക് പിന്നെ വേറൊരു കാൻഡിഡേറ്റ് കീ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ കേസ് എന്തായിരുന്നു? നെയിം തന്നെ വെച്ചിട്ട് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വെച്ചിട്ട് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ രണ്ടും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് കാൻഡിഡേറ്റ് കീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി കീ കൺസ്ട്രെയിൻസ് ഫോഴ്സ് ദാറ്റ് ഇൻ എ റിലേഷൻ വിത്ത് എ കീ ആട്രിബ്യൂട്ട് no two tuples can have identical values for key attributes. A key attribute cannot have null value. അതായത് എന്താ പറയുന്നത്? അതായത് കീ ആട്രിബ്യൂട്ട്സിന് ഒരിക്കലും എന്താവാൻ പാടില്ല? സെയിം വാല്യൂ ഉള്ളത് വീണ്ടും റിപ്പീറ്റഡ് ആവാൻ പാടില്ല. യുണീക്കായിരിക്കണം കീ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു കീ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് രണ്ട് ട്യൂപ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റരുത്. ഒരു വാല്യൂ വെച്ചിട്ട് ഒരു ട്യൂപ്പിൾ. അതുപോലെ തന്നെ കീ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഒരിക്കലും നൾ വാല്യൂ ആവരുത്. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാതും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരിക്കലും ആവരുത്. ഓരോ കീക്കും ഓരോ യുണീക്കായുള്ള വാല്യൂ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സൂപ്പർ കീ ഓഫ് റിലേഷൻ ആർ ആണ്. എന്താണ് സൂപ്പർ കീ നോക്കാം. അപ്പോൾ എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, സൂപ്പർ കീ ആണ്. എസ് കെ റെപ്രസെൻറ്റ് ചെയ്യണത് സൂപ്പർ കീ ആണ് കേട്ടോ. A set of attributes Sk of relation R such that no two tuple in any value relation instance R of R will have the same value for the Sk, that is the distinct tuples T1 and T2 in relation R of R, T1 of Sk not equal to T2 of Sk. വേറെ ഒന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? കീ നമ്മൾ ഈ കീകളുടെ കേസെല്ലാം തന്നെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കീ ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഓരോ കീക്കും ഓരോ വാല്യൂ ആണ് ഉണ്ടാവേണ്ടത്, അല്ലേ? അതായത് ഒരു ട്യൂപ്പിൾ, ഇപ്പോൾ ട്യൂപ്പിൾ T1ൻ്റെ കീ ആണ് Sk എന്നുള്ളത്. T2ൻ്റെ കീ ആണ്, ഓക്കെ, T2വിനും T1ൻ്റെയും കീസാണ് Sk എന്ന് പറയുന്നത്. സൂപ്പർ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു വാല്യൂ, ഒരെണ്ണത്തിന് വേറൊരു വാല്യൂ ആയിരിക്കണം. അത് രണ്ടും എന്താവാൻ പാടില്ല എന്ന്? ഈക്വൽ ആവാൻ പാടില്ല എന്ന്. അത്രേ ഉള്ളൂ. എടുക്കുന്ന കീസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാതും യുണീക്ക് ആയിരിക്കണം. ഒരു കീ വാല്യൂ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഒന്നിലധികം ട്യൂപ്പിൾസിനെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻഡിവിജ്വൽ ആയിരിക്കും. അതാണ് സൂപ്പർ കീ ഓഫ് റിലേഷൻ ആർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കീ ഓഫ് ആർ മിനിമൽ സൂപ്പർ കീ ദാറ്റ് ഈസ് അറ്റ് സൂപ്പർ കീ കെ സച്ച് ദാറ്റ് removal of any attributes from K result in a set of attributes that is not a super key. ഓക്കെ, അപ്പോൾ ഇനി വരുന്നൊരു ഡൗട്ടായിരിക്കും, അപ്പോൾ എന്താണ് സൂപ്പർ കീയും കാൻഡിഡേറ്റ് കീയും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലേ? അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മുടെ ഇൻസ്ട്രക്ടർ എന്നുള്ള റിലേഷനാണ്. അതിൽ
ഐ ഡി ആൻഡ് നെയിം. ഐ ഡിയും നെയിം വെച്ചിട്ട് ട്യൂപ്പിൾസിനെ പറഞ്ഞല്ലോ നമുക്ക് യൂണീക്കിലി എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ സൂപ്പർ കീ എന്ന് പറയുന്നത് ഐ ഡി ആൻഡ് നെയിമാണ്. നേരത്തെ കാൻഡിഡേറ്റ് കീസിൻ്റെ ഇത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഐ ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആണ്, നെയിമും ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വെച്ചിട്ട് ട്യൂപ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതെന്ന് പറയുന്നത് എന്താണ്, കാൻഡിഡേറ്റ് കീ ആണ്. പക്ഷേ ഐ ഡിയും നെയിമും ഒരിക്കലും കാൻഡിഡേറ്റ് കീ ആവില്ല എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഐ ഡി ആൻഡ് നെയിം ഈ രണ്ട് ആട്രിബ്യൂട്ട്സും കൂടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് യൂസ് ചെയ്യില്ല. കാരണം എന്താ, ഐ ഡി മാത്രം മതി. ഐ ഡി മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ ഓരോ ട്യൂപ്പിൾസിനും യൂണീക്കിലി ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. പിന്നെ നെയിമിൻ്റെ ആവശ്യമില്ല. അതായത് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കീയുടെ മിനിമൽ സബ്സെറ്റാണ്. ഓക്കെ, സൂപ്പർ കീയുടെ മിനിമൽ സബ്സെറ്റിനെയാണ് എന്ത് പറയുന്നത്, കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കാൻഡിഡേറ്റ് കീസിനും സൂപ്പർ കീ ആവാം. ഐ ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആണ്, അതുപോലെ തന്നെ എന്താ സൂപ്പർ കീ ആവാം. പക്ഷേ എല്ലാ സൂപ്പർ കീസിനും കാൻഡിഡേറ്റ് കീസ് ആവാൻ പറ്റില്ല. കാരണം ഇവിടെ സൂപ്പർ കീസ് ആയിട്ട് എന്താ എടുത്തുള്ളത്, ഐ ഡി ആൻഡ് നെയിമാണ് സൂപ്പർ കീ ആയിട്ട് എടുത്തുള്ളത്. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, കാൻഡിഡേറ്റ് കീ ആവില്ല. ഓക്കെ, അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് പ്രൈമറി കീ ഓഫ് ദി റിലേഷനാണ്. എന്താണ് പ്രൈമറി കീ? ഇഫ് എ റിലേഷൻ ഹാസ് സെവറൽ കാൻഡിഡേറ്റ് കീ, വൺ ചൂസൺ ആർബിറ്റർലി ടു ബി ദി പ്രൈമറി കീ. ഓക്കെ, ഇപ്പോൾ റിലേഷനിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് കീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു കീ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രൈമറി കീ ചൂസ് ചെയ്യണത് ഡാറ്റാബേസ് ഡിസൈനറാണ്. അതെങ്ങനെ വേണം, ഓരോ ട്യൂപ്പിൾസിനെ വെച്ചിട്ടല്ല, ഫുൾ റിലേഷനെ വെച്ചിട്ടാണ് ഏത് കീ ആണ് പ്രൈമറി കീ ആക്കേണ്ടതെന്നുള്ളത് നോക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, അതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ പ്രൈമറി കീ എടുത്തല്ലോ, എടുത്ത ആ പ്രൈമറി കീ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഒരിക്കലും നൾ വാല്യൂ ആവരുത്. കാരണം എന്താ, പ്രൈമറി കീ വെച്ചിട്ടാണ് ട്യൂപ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യണത് അല്ലേ. അപ്പോൾ അത് നള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ലത് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ നമ്മൾ വീഡിയോസിൽ പറഞ്ഞുള്ള കാര്യമാണ്. കാരണം തിയറി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് എന്തായാലും തിയറി നമുക്ക് എഴുതിയേ പറ്റുള്ളൂ. അത് കാരണം കൊണ്ടാണ് തിയറിയും കൂടെ പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ വേണ്ട എന്നുള്ളതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, അപ്പോൾ നമുക്കത് മാറ്റാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തിയറിയും കൂടെ പറയണത്. നമുക്ക് എക്സാമിനും കൂടെ എഴുതാനായിട്ട് എന്തായാലും തിയറിയും കൂടെ വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അതായത് ഇതെന്ന് പറയണത് ഒരു കമ്പനി റിലേഷണൽ ഡാറ്റാബേസ് സ്കീമയാണ് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓരോന്നും എന്താണ്, ഓരോ റിലേഷൻ്റെയും റിലേഷൻ സ്കീമയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് റിലേഷൻസ്, എംപ്ലോയി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻസ്, പ്രൊജക്റ്റ്, വർക്ക് ഓൺ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. ഇനി റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയി എന്നുള്ള ഒരു റിലേഷൻ, ഓക്കെ, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള റിലേഷൻ. ഈ എംപ്ലോയി എന്നുള്ള റിലേഷനിൽ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള റിലേഷനിൽ പ്രൈമറി കീനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെയാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ എംപ്ലോയി എന്നുള്ള റിലേഷനിൽ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഫസ്റ്റ് നെയിം അല്ലേ, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം അല്ലേ, പിന്നെന്താ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അങ്ങനെ ആട്രിബ്യൂട്ട്സ് പറയുന്നുണ്ട്. അതിൽ ലാസ്റ്റ് എന്താ പറയുന്നത്, ഡി നമ്പർ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന റിലേഷൻ കണ്ടല്ലോ, അതിൽ എന്തൊക്കെ ആട്രിബ്യൂട്ടാണ്. ഇപ്പോൾ ഇവിടെ പ്രൈമറി കീ എന്താ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ SSN അല്ലേ, ഇതാണ് ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് യുണീക്കായിട്ട് നമ്മൾ ട്യൂപ്പിൾസിനെ റിഫർ ചെയ്യുന്നത്, ഈ കീ വെച്ചിട്ടാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താണ്, ഡി നമ്പർ അല്ലേ,
ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയിയിലെ ഡി നമ്പർ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിലെ പ്രൈമറി കീനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ റിലേഷൻ നോക്കൂ, ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻസ് എന്നുള്ളൊരു റിലേഷൻ. അപ്പോൾ അവിടെ നമ്മൾ കീ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ നമ്മൾ കീസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ എംപ്ലോയിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ പ്രൈമറി കീ എന്താ ഡി നമ്പറിലേക്ക്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഡി നമ്പർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഫറൻസ് പോകുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് റെഫറൻസ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അതായത് രണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം റിലേഷൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു അല്ലേ, ഒന്നിലധികം റിലേഷൻ തമ്മിൽ ഒരു റെഫറൻഷ്യൽ വരികയാണ്. ഓക്കെ, അതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് കുറച്ച് തിയറി നോക്കിയാലോ. അതായത് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ ടു റിലേഷൻ. ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താ, രണ്ട് റിലേഷൻ, ഒന്നിലധികം റിലേഷൻ ആവാട്ടോ. അപ്പോൾ യൂസ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി എമംഗ് ടു റിലേഷൻ. State that a tuple in one relation that refer to another relation must refer to an existing tuple in the relation. പറഞ്ഞല്ലോ, എംപ്ലോയിയും ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡി നമ്പർ എന്ന് പറയുന്നത് ഡി നമ്പറിലെ ആ ആട്രിബ്യൂട്ട്സിലെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താ, ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി നമ്പർ എന്നുള്ള ആട്രിബ്യൂട്ട്സിലെ വാല്യൂയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എംപ്ലോയി എന്നുള്ള റിലേഷൻ എന്താ പറയുന്നത്, റെഫറൻസിങ് റിലേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അതിന് റെഫർ ചെയ്തില്ല ഇങ്ങോട്ട് വന്നുള്ളത്, അപ്പോൾ അതിന് പറയുന്നതാണ് റെഫറൻസ് റിലേഷൻ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ റെഫറൻസിങ് റിലേഷൻ എന്ന് പറയും, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് റിലേഷൻ എന്ന് പറയും. ഓക്കെ, ടു ഡിഫൈൻ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി വി ഫസ്റ്റ് ഡിഫൈൻ ദി കൺസെപ്റ്റ് ഓഫ് ഫോറിൻ കീ. അതായത് നമ്മൾ പറഞ്ഞു ഡി നമ്പർ അല്ലേ, ഡി നമ്പറാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൈമറി കീയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ. ഏത് ആട്രിബ്യൂട്ടാണോ, ഓക്കെ, ഏത് ആട്രിബ്യൂട്ടാണോ റെഫർ ചെയ്യണത് അങ്ങോട്ടേക്ക് അല്ലേ, പ്രൈമറി കീയിലേക്ക് റെഫറൻസ് ചെയ്തത്, അതിനെയാണ് എന്ത് പറയണത്, ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ട്യൂപ്പിൾസ് ഇൻ ദി റെഫറൻസിങ് റിലേഷൻ R1, അവിടെ എന്താ റെഫറൻസ് റിലേഷൻ എന്താ, നമ്മുടെ എംപ്ലോയി ഹാവ് ആട്രിബ്യൂട്ട്സ് FK. ആട്രിബ്യൂട്ട്സ് അതായത് FK എന്ന് പറഞ്ഞാൽ ഫോറിൻ കീ, ആട്രിബ്യൂട്ട് എന്തായിരുന്നു, ഡി നമ്പർ. ദാറ്റ് റെഫറൻസ് ദി പ്രൈമറി കീ ആട്രിബ്യൂട്ട്സ് ഓഫ് PK എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ ഓഫ് റെഫറൻസ് റിലേഷൻ. അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതിലായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിലേക്കാണ് റെഫറൻസ് ചെയ്തത് അല്ലേ, ഓഫ് R2. A tuple T1 in R1 is said to reference a tuple T2 in R2 if T1 of FK equal to T2 of PK. ഓക്കെ, അപ്പോൾ എന്താ, നമ്മുടെ എംപ്ലോയിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറിൻ കീ വെച്ചിട്ട്, അതായത് അവിടുത്തെ ഫോറിൻ കീ എന്ന് പറയുന്നത് ഏതാ, ഡി നമ്പർ എന്നുള്ള ആട്രിബ്യൂട്ടാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൈമറി കീയിലേക്കാണ് റെഫറൻസ് ചെയ്തത് അല്ലേ. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അവിടുത്തെ ഫോറിൻ കീ വാല്യൂം പ്രൈമറി കീയുടെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഓരോ ട്യൂപ്പിൾസിലെയും എംപ്ലോയിയിലെ ഓരോ റോയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ റോയിലും വാല്യൂസ്, അതായത് ഡി നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സിൽ വരുന്ന വാല്യൂസും ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നതിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആവണം. അതാണ് T1 of FK ഈക്വൽ ടു T2 of PK എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആട്രിബ്യൂട്ട്സിലും വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ എ ഡയറക്റ്റഡ് ആർക്ക് ഫ്രം R1 FK ടു R2 FK. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. അതായത് ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിൽ നിന്ന് എവിടേക്കാണ്, ഇവിടേക്ക് അല്ലേ, പ്രൈമറി കീയിലേക്കാണ് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആരോ മാർക്ക് വരച്ചു. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കാമല്ലോ, ഇതുപോലെ നമുക്ക് ഇങ്ങനെ വരാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും എംപ്ലോയി എടുത്തു. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റും എംപ്ലോയി എടുത്തപ്പോൾ എംപ്ലോയിയിൽ ഒരു
അവിടുത്തെ പ്രൈമറി കീ എന്താണെന്ന് പറഞ്ഞു? സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ? യെസ്, ഇവിടെ എന്തുണ്ട്? മാനേജർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ട്. രണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ സെയിം ആവുമ്പോൾ അപ്പോൾ ഇവിടുത്തെ ഫോറിൻ കീ എന്താ? ഇതാണ് അല്ലേ ഫോറിൻ കീ എന്ന് പറയുന്നത്. മാനേജർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ് ഇവിടുത്തെ ഫോറിൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക് ഫോം ചെയ്യല്ലോ. അതായത് ഇവിടെ നിന്ന് പ്രൈമറി കീയിലോട്ടാണ് ഓക്കെ ഒരു ആർക്ക് ഫോം ചെയ്തു. ഓക്കെ, തിരിച്ച് ഫോം ചെയ്യില്ല കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഫോറിൻ കീന്ന് പ്രൈമറി കീയിലേക്കാണ് ആർക്ക് നമ്മൾ വരച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓരോ റിലേഷൻ നോക്കുകയാണെങ്കിൽ ഓരോന്നും അങ്ങോട്ട് പോകും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പ്രൊജക്റ്റ് ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റിൽ ഇവിടുത്തെ പ്രൈമറി കീ എന്താ? പ്രൊജക്റ്റ് നമ്പറാണ് പ്രൈമറി കീ പറയുന്നത് അല്ലേ. ഇവിടെ എന്തുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ ഇതും ഈ ഒരു റിലേഷനും ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള റിലേഷനും നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഫോറിൻ കീ എന്താ? ഡി നമ്പറാണ് ഫോറിൻ കീ അല്ലേ. ഇവിടുത്തെ വാല്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിലെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ആർക്ക് വരയ്ക്കാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കുക അല്ലേ? ഓക്കെ, വരച്ചു. ഇനി പ്രൊജക്റ്റ് എടുത്തു, വർക്ക്സ് ഓൺ എന്നുള്ള റിലേഷൻ എടുത്തു. പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് ആട്രിബ്യൂട്ട്? പ്രൊജക്റ്റ് നെയിം ഉണ്ട്, പ്രൊജക്റ്റ് നമ്പർ ഉണ്ട്, ലൊക്കേഷൻ, ഇതൊക്കെ വരുന്നുണ്ട്. വർക്ക്സ് ഓണിൽ എന്തുണ്ട്? നോക്കിയേ, ഇവിടുത്തെ ആട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ പ്രൊജക്റ്റ് നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഹവേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബേസിക്കലി നോക്കുമ്പോൾ 2 റിലേഷൻ വെച്ചിട്ടാണ് നോക്കുക. അതുപോലെ ഒന്നിൽ നിന്ന് ഇപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ എത്ര റിലേഷൻ വരാം അല്ലേ. ഇപ്പോൾ എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ, അതുപോലെ പ്രൊജക്റ്റ്, ഈ എല്ലാ 4 ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി പറയുമ്പോൾ എന്താ 2 റിലേഷൻ വെച്ചുള്ളതാണ് പറഞ്ഞത് അല്ലേ. ഫോറിൻ കീ വേറൊരു റിലേഷനിലെ പ്രൈമറി കീയിലേക്ക് റെഫറൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 4 റിലേഷൻ ഉണ്ടായിരുന്നു അല്ലേ. എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ ആൻഡ് പ്രൊജക്റ്റ്. ഈ 4 റിലേഷനിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ, ഡി നമ്പർ എന്ന് പറയുന്നതായിരുന്നു ഫോറിൻ കീ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള റിലേഷനിലെ പ്രൈമറി കീയിലേക്കാണ് റെഫറൻസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നും ഇനി ഇതുപോലെ ഓരോ റിലേഷൻ നമ്മൾ സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ ഓരോന്നിലെയും ഓരോ ഫോറിൻ കീ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് മറ്റൊരു റിലേഷനിലെ പ്രൈമറി കീയിലേക്ക് റെഫറൻസ് ചെയ്യുന്നു. ബിക്കോസ് അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നതായിരിക്കും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ skeleton structure that represent the logical view of the entire database. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, കമ്പനി എന്നുള്ള റിലേഷൻ ഡാറ്റാബേസിൻ്റെ സ്കീമ സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ലോജിക്കൽ വ്യൂ ഓഫ് എൻറ്റയർ ഡാറ്റാബേസ് ആണ്. ഇനി എ റിലേഷണൽ ഡാറ്റാബേസ് സ്കീമ എസ് ഈസ് ദി സെറ്റ് ഓഫ് റിലേഷൻ സ്കീമ എസ് ഈക്വൽ ടു R1 R2 അപ് ടു Rn ആൻഡ് എ സെറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ. ഓക്കെ, ഒരു റിലേഷണൽ ഡാറ്റാബേസ് സ്കീമ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്നിലധികം എന്താ റിലേഷൻസ് വരാം അല്ലേ, റിലേഷൻ സ്കീമ വരാം അല്ലേ. അപ്പോൾ എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് R1 R2 അപ് ടു Rn എന്ന് പറയുന്നത് എന്താ, ഓരോ റിലേഷനാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഫസ്റ്റ് എന്താണ് ഡാറ്റാബേസ് എന്നുള്ളത് നമ്മൾ കുറച്ച് പറഞ്ഞു. പിന്നെ എന്താ റിലേഷൻ ഡാറ്റാബേസ് സ്ട്രക്ചർ പറഞ്ഞു, ടേബിളിൻ്റെ കാര്യം പറഞ്ഞു.
പിന്നെന്താ കുറച്ച് പ്രോപ്പർട്ടീസ്, ഡൊമെയിൻ, ആറ്റോമിക് അങ്ങനെ പറഞ്ഞു. പിന്നെ കീകൾ അല്ലേ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, സൂപ്പർ കീ, പിന്നെന്താ ഫോറിൻ കീ, അതൊക്കെ പറഞ്ഞു. പിന്നെ റിലേഷണൽ സ്കീമ, ഡയഗ്രാം അല്ലേ, ലോജിക്കൽ വ്യൂ ഓഫ് ഡാറ്റാബേസ്, അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വരുന്നത് അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടേബിള് നമ്മൾ ആ ടേബിളിലെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതിലേക്ക് നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യണതുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി അപ്ഡേറ്റ് ഓപ്പറേഷൻസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുഴപ്പമില്ല, കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.